ഇന്ന് ഇങ്ങനെ പത്രക്കാരെ കാണാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം കേരളം ചർച്ച ചെയ്ത ഒരു പ്രസംഗമുണ്ട്. UDF നേതാവ് ഹരിഹരൻ്റെ പ്രസംഗം. ആ പ്രസംഗം ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രയാസമുണ്ടാകുന്ന ഒരു പ്രസംഗമായിരുന്നു. അദ്ദേഹം മണിക്കൂറുകൾ കഴിഞ്ഞ് പല കോണിൽ നിന്നും ഇങ്ങനൊരു അഭിപ്രായം വന്നു, അതുകൊണ്ട് ഞാൻ ഖേദം അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അതിന് മറുപടിയായി. പ്രസംഗത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ആ മറുപടി ഉയർത്തി കാണിച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് എന്ന് സ്വയം അവകാശപ്പെടുന്ന VD സതീശനും അതുപോലെ വടകരയിലെ സ്ഥാനാർത്ഥിയുമൊക്കെ വലിയ പുണ്യാളന്മാരായി ഞങ്ങൾ വളരെ മാതൃക കാണിക്കുന്നു എന്ന് പറഞ്ഞ് പത്രക്കാരോട് സംസാരിക്കുക. യഥാർത്ഥത്തിൽ ഇതിലെ പ്രതികൾ VD സതീശനും ഷാഫി പറമ്പിലുമാണ്. അവരാണ് ഈ പ്രസംഗത്തിന് പ്രോത്സാഹനം കൊടുത്തത്. അവരുടെ പിന്തുണയിലാണ് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും ആക്ഷേപിക്കുന്നത്. അവരുടെ എല്ലാ ഒത്താശയുമാണ് ഈ ഹരിഹരന്മാരെ വളർത്തുന്നത്. ഞങ്ങൾ നേരത്തെയും പറഞ്ഞു, CPM-ഉം ഇടതുപക്ഷവുമെല്ലാം തെറ്റ് കണ്ടാൽ നടപടിയെടുത്ത് പുറത്താക്കും. അങ്ങനെ പുറത്താക്കുന്നവരെ വലയിട്ട് പിടിച്ച് അവർക്ക് പിന്തുണ കൊടുത്ത് VD സതീശൻ്റെ സ്കൂളിൽ ട്രെയിനിങ്ങും കൊടുത്ത് ഹരിഹരന്മാരാക്കി മാറ്റുകയാണ് കേരളത്തിലെ ഇന്നത്തെ ചില കോൺഗ്രസിൻ്റെ നേതൃത്വം. ഇത് ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ആ സ്റ്റേജിൽ ഹരിഹരൻ്റെ പ്രസംഗത്തിന് ശേഷമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകരയിലെ സ്ഥാനാർത്ഥി പ്രസംഗിച്ചത്. എന്തേ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ചിലരുടെയും ഒക്കെ താല്പര്യത്തിലല്ല, പിന്തുണയിലും പരിലാളനയിലും വളരുന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വമായി നിൽക്കുന്ന ഇവരുടെ ഈ ചെയ്തികൾക്കെതിരെ മാധ്യമങ്ങൾ ആ അർത്ഥത്തിൽ ചോദ്യം ചോദിച്ചില്ല? ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയണ്ടേ, ഈ ഹരിഹരൻ പറഞ്ഞത് തെറ്റാണ്, ശരിയല്ല, ഇത് പറയാൻ പാടില്ലാത്തതാണ് എന്നൊരു തിരുത്ത് പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കണ്ടു കാണും. നിങ്ങളിൽ ആരും ആ സ്റ്റേജിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. ഹരിഹരൻ്റെ പ്രസംഗ സമയത്ത് സ്റ്റേജിലെ സദസ്സിലെ ഒന്നും വീഡിയോ കാണിക്കുന്നില്ല ആരും. ആ ഓഡിയോ ദൃശ്യത്തിലും അതുപോലെ തന്നെ ഹരിഹരൻ്റെ പ്രസംഗം കാണുമ്പോഴും നമ്മൾ കേൾക്കുകയാണ് കയ്യടിയുടെ ശബ്ദം, കുലുങ്ങിയുള്ള ചിരിയുടെ ആ ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. ആരായി കുലുങ്ങിച്ചിരിക്കുന്നത്? ഷാഫി പറമ്പിലല്ലേ കുലുങ്ങിച്ചിരിക്കുന്നത്? അവിടെ ഇരിക്കുന്ന UDF-ന്റെ നേതൃത്വമാകെ കുലുങ്ങി ചിരിക്കുകയല്ലേ? അവർക്ക് എന്താ കാണേണ്ടത്? അവരെന്താ ആഗ്രഹിക്കുന്നത്? ഈ ഹരിഹരൻ്റെ പ്രസംഗത്തിൽ എന്താ ഇത്രമാത്രം ചിരിക്കാൻ? നോക്കൂ നിങ്ങൾ, UDF-ന്റെ നേതൃത്വമാകെ കുലുങ്ങിച്ചിരിക്കുന്ന തരത്തിലേക്ക് ഹരിഹരനെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് ആരാ? അതാ പറയേണ്ടത്. ഈ കേരളത്തിന് മുമ്പിൽ ഇതിന് മറുപടി പറയണം കേരളത്തിലെ UDF. ഇതാണ് DYFIക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ ഈ പ്രസംഗത്തിൽ ഹരിഹരൻ അത് മാത്രമല്ല പറഞ്ഞത്, വലിയ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന ധ്രുവീകരണത്തിന് തന്നെ നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ ഒരു പ്രസംഗം കൂടി അതിനകത്ത് അദ്ദേഹത്തിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. നിസ്കരിക്കാൻ മുട്ടി പോലും. നോക്കൂ നിങ്ങൾ, ആരാ ഇദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? PMA സലാം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇതിന് മറുപടി പറയണം. ഈ ഹരിഹരൻ നിസ്കരിക്കാൻ മുട്ടി എന്ന് പറഞ്ഞ ആൾ ആരെയാ ഇവരെ ആക്ഷേപിക്കുന്നത്? മുക്കം പൈസയാണ് പേരെടുത്ത് പറയുന്നത്. ഇല്ലേ, നിങ്ങൾ കേട്ടില്ലേ? മുക്കം പൈസയെ പേരെടുത്ത് ആക്ഷേപിക്കുക. KM ഷാജിയുടെ അതേ പ്രസംഗത്തിലേക്ക് ആര് ചെല്ലുക? ഈ ഹരിഹരൻ ചെല്ലുക. ഈ KM ഷാജിയോ PMA സലാമോ പറയാതെ ഹരിഹരന് ഈ പേരും ഈ പറയുന്ന പ്രയോഗവും ഉദ്ധരിക്കാൻ പറ്റില്ല. ഇതിന്റെ മറുപടി PMA സലാമും KM ഷാജിയും പറയണം. ഈ UDF-ന്റെ നേതൃത്വം പറയണം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ ബീച്ചിൽ നടത്തിയ പരിപാടിയിൽ നിസ്കരിക്കാൻ മുട്ടി പോലും. ഇത് എന്ത് മുട്ടല പറയണ്ടേ? മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്തേ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ ഈ സമയം വരെ. ഇതെങ്ങാനും ഏതെങ്കിലും CPM-കാരൻ്റെയോ DYFI-കാരൻ്റെയോ അയൽവാസിയാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതെങ്കിൽ എന്തായിരിക്കും ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഒരു പ്രതികരണം? എന്തായിരിക്കും KM ഷാജിയുടെ പ്രതികരണം? പറയണ്ടേ ഇവര്? ഈ PMA സലാമും KM ഷാജിയുമെല്ലാം ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു നേതാവാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ മുക്കം പൈസി. അതുകൊണ്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റിലും ഇവർക്കെതിരെയൊക്കെ വരുന്നത്. KM ഷാജിയും കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ ഇദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറയുക.
അങ്ങനെ ആക്ഷേപിക്കേണ്ടവരാണോ ഈ മത നേതൃത്വം? അവർ നമസ്കരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പരിപാടി നടത്തി, അല്ലെങ്കിൽ ഒരു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ ഒരു പരിപാടിയുടെ സ്റ്റേജിൻ്റെ ഒരു അടുത്ത് നിന്ന് അവർ നിസ്കരിച്ചാൽ ആർക്കാ പ്രശ്നം? എന്തിനാ ഹരിഹരന് ഇത്ര പ്രയാസമുണ്ടാകുന്നത്? ന്യൂനപക്ഷങ്ങളെ ആകെ ഇങ്ങോട്ട് ഞങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടി നിസ്കരിപ്പിച്ചതാന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് നിസ്കരിപ്പിക്കേണ്ട ആളാണോ മുക്കം ഫൈസി? അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വേണ്ടി അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചെയ്യുന്ന ആളാണോ മുക്കം ഫൈസി? ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മതപണ്ഡിതനല്ലേ അദ്ദേഹം? അങ്ങനെ അദ്ദേഹം ആളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവനാണ് എന്ന് എന്തർത്ഥത്തിലായി ഹരിഹരൻ പറയുന്നത്? ഇതൊക്കെ അങ്ങ് കേട്ട് മിണ്ടാതെ ഇരുന്ന് പോകുമെന്നാണ് ഇവിടെ പലരും കരുതുന്നത്. എന്തേ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്? അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന് എന്തിനാ ഇദ്ദേഹം ആക്ഷേപിക്കുന്നത്? മറ്റു വേദികളിലും ഇവിടെ നമ്മളൊക്കെ കണ്ടു, നിങ്ങളൊക്കെ വലിയ സന്തോഷത്തോടല്ല അഭിമാനത്തോടു കൂടി ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ടല്ലോ പലരും നമസ്കരിച്ചതിൻ്റെ. ഇല്ലേ? ഈ കടപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ പല പരിപാടിയിലും. കപിൽ സിബൽ വന്നപ്പോഴാന്ന് തോന്നുന്നു എനിക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട്. എന്തേ ഹരിഹരനെ അത് പ്രസംഗിക്കാൻ തോന്നാത്തത്? ഇതാണ് വടകരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോധപൂർവം അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ, ധ്രുവീകരണം ഉണ്ടാക്കാൻ ഒരു ഗൂഢ സംഘം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഗൂഢസംഘത്തിൻ്റെ ഉൽപ്പന്നമാണ് അവിടെ വന്ന എല്ലാ ആക്ഷേപങ്ങളും, അവിടെ വന്ന വ്യാജ പ്രചരണങ്ങൾ ഈ ഗൂഢസംഘത്തിൻ്റെ സൃഷ്ടിയാണ്. ആ ഗൂഢസംഘത്തിൽ ഈ പറയുന്ന കെ രമയും ഹരിഹരനുമുണ്ട്. ആ ഗൂഢസംഘത്തിൽ സതീശനുണ്ട്. ആ ഗൂഢസംഘത്തിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ്, ഇവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് നേതൃത്വമായവർ എല്ലാം ഉണ്ട്. ആ ഗൂഢസംഘത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം. അവരെ ചോദ്യം ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ നടന്ന ഈ ധ്രുവീകരണത്തെക്കുറിച്ചുള്ള എല്ലാ വിവരവും കിട്ടും. നമ്മൾ കണ്ടു അവിടെ ഒരു ഷോബിൻ തോമസ്, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്, സാധാരണക്കാരനല്ല. അവരുടെ ഒരു കമൻറ്റ് നിങ്ങൾ കേൾക്കേണ്ടത്, ഈ നാടറിയേണ്ടതാണ്. ഇതൊന്നും ആരും കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഈ നിമിഷം വരെ ആ ഷോബിൻ തോമസിനെ പുറത്താക്കാൻ യൂത്ത് കോൺഗ്രസോ തയ്യാറായിട്ടില്ല. എന്താ ആ കമൻറ്റിലുള്ളത്? അത് കേൾക്കണ്ടേ നാട്ടുകാർ? അദ്ദേഹത്തിൻ്റെ കമൻറ്റാ ഷോബിൻ തോമസ് ചാവനലി അല്ലേ, തയ്യൽ ടീച്ചറുടെ കഷണം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ്. നോക്കൂ നിങ്ങൾ, മാധ്യമപ്രവർത്തകരിൽ പലരും പൊൻകിരണം തേടി പോകുന്നവരാ. പലർക്കും പൊൻകിരണം വേണം, നീതിയുടെ പൊൻകിരണം കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാ. ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ നീതിയുടെ പൊൻകിരണം എല്ലാവരും അർഹിക്കുന്നുണ്ട്. ഇവിടെ സത്യത്തിൽ വേട്ടയാടപ്പെടുന്നത് ഇടതുപക്ഷ പ്രവർത്തകരാണ്. ഇടതുപക്ഷ പ്രവർത്തകരുടെ വീട്ടിലിരിക്കുന്നവരാണ്. അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരും എല്ലാം ആക്ഷേപിക്കപ്പെടുന്നത് ഈ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടിയാണ്. ഇവരുടെ ഒഫീഷ്യൽ പേജുകളിലാണ് ഇതുപോലെയുള്ളത് വരുന്നത്. ജില്ലാ സെക്രട്ടറിയുടെ പേജിൽ നിന്ന് വന്ന ഒരു കമൻ്റായത്. അയാളുടെ നിലവാരം നോക്കൂ നിങ്ങൾ. ഇതാ കമൻറ്റ്. ഇതുപോലെ ഹരിഹരൻ പ്രസംഗിക്കുക, ഈ പ്രസംഗവും ഈ കമൻറ്റും തമ്മിൽ ബന്ധമില്ലേ? ബന്ധമുണ്ട്. ഈ ഗൂഢസംഘത്തിൻ്റെ ഉൽപ്പന്നമാണിത് എന്ന് പറയുന്നതിന് കാരണം ഈ കമൻറ്റുകൾ തമ്മിലും ഈ പ്രസംഗവും തമ്മിൽ ബന്ധമുണ്ട്.